ഗുഡ് മോർണിംഗ് മാം. മാം പറഞ്ഞ പോലെ ന്യൂ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ബോയ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ നാളെ തൊട്ട് വന്നോളൂ. എനിക്ക് നാളെ തൊട്ട് ഷൂട്ടുണ്ട്. ഓക്കെ മാം, താങ്ക് യു. നിന്നെ വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. ജുവാൻ, താൻ എപ്പോഴാണ് ഇതിലേക്കൊക്കെ തിരിഞ്ഞത്? അത് സ്റ്റഡീസ് കഴിഞ്ഞപ്പോൾ ഡ്രോയിങ്ങിലേക്ക് തിരിഞ്ഞു. കൗതുകം തോന്നി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതാ. ജുവാൻ, താൻ നന്നായി പാടില്ലേ? അല്ല മാം, എന്നെങ്ങനെ അറിയാം? എടോ, താനീ നിന്നെ മാം എന്ന് വിളിക്കണ്ട. നീ എന്നെ ടയാന്ന് വിളിച്ചാൽ മതി. എന്നെങ്ങനെ പരിചയെന്ന് പറഞ്ഞില്ല മാം. ഷൂട്ട് തുടങ്ങാറായി. ഓക്കെ. ആൻഡ് ജുവാൻ, ഷൂട്ട് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണേ. ഞാൻ ഡ്രോപ്പ് ആക്കാം. ഒരു കാര്യം പറയാനുണ്ട്. ആ, ചിലപ്പോൾ സ്റ്റാഫായതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് നോക്കി കാണും. അതുകൊണ്ടാവും പരിചയം. പിന്നെ അത് അങ്ങനെയല്ലേ? അവിടെ അങ്ങനെയാണല്ലേ? അല്ല, ഇവിടെ എന്തായി ഒരു ചർച്ച? ഞാനും കേൾക്കട്ടെ. ചിരിയൊക്കെ ഉണ്ടല്ലോ, ഞാനൊന്ന് ചിരിക്കട്ടെ. നീ അത് മാം എന്തതെന്ന്? അത് ഇതൊന്നും ഒന്നുമില്ല. ഇത് ചന്തയല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇനി ഇരിക്കാനൊന്നും. വർക്ക് ടൈമിൽ വർക്ക് ചെയ്യണം, അല്ലാതെ ഇവിടെ ഒന്ന് കൊഞ്ചിക്കൊഴയല്ല വേണ്ടത്. സോറി മാം. ഇനി നിൻ്റെ ആവശ്യം എനിക്കില്ല. നിന്നെ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നു. സോറി മാം, പ്ലീസ് അങ്ങനെ ചെയ്യല്ലേ മാം. മാമിൻ്റെ ഒരൊറ്റ സഹായം കൊണ്ടാണ് ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ കഴിഞ്ഞു പോകുന്നത്. പ്ലീസ് മാം. ഒരു എക്സ്ക്യൂസും ഇല്ല. ഇതൊക്കെ ഓർമ്മയുണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്? ഓക്കെ, നിൻ്റെ അവസ്ഥ അറിയണ കൊണ്ട് നീ രഞ്ജിത്തിൻ്റെ കൂടെ നിന്നോ. ആൻഡ് ജുവാൻ, നീ ഇനി എൻ്റെ PA. ഓക്കെ, അതുപോലെ മേക്കപ്പ് മാൻ 2. ഇന്ന് തൊട്ട് നീ എൻ്റെ കൂടെ താമസിക്കണം. താമസമോ? അതെന്തിനാ മാം? ഞാൻ പറയണ കേട്ടാൽ മതി. കൂടുതൽ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് വേണ്ട. പ്രിയ, നീ PA ആയിരുന്നില്ലേ? നീ അവരുടെ കൂടെയാണോ താമസമൊക്കെ ഉണ്ടായിരുന്നത്? നോ, ഇല്ലടാ. ഈ മാം അങ്ങനെയൊന്നും വീട്ടിലാരെയും കയറ്റാറില്ല. ഓക്കെ. ജുവാൻ, നിനക്ക് ഫുഡ് ഓർഡർ ചെയ്യട്ടെ? വേണ്ട, ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാറില്ല. ടേക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കോട്ടെ. ആർക്കും ഫുഡ് ഓർഡർ ചെയ്യണ്ട. ടേയ, നീ ഫുൾ ടൈം ഇങ്ങനെ സ്ട്രിക്റ്റ് ആണോ? ഏയ് ഇല്ല, ഞാൻ സ്റ്റാഫിൻ്റെ അടുത്ത് സ്ട്രിക്റ്റ് ആണതാ. അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യില്ല. അതും പറയാണ്ട് തലയിരുന്നിറങ്ങും. പിന്നെ അടുപ്പുള്ളവരുടെ അടുത്ത് ഞാൻ നോർമലാണ്. സോറി, എനിക്ക് ഇടിവിട്ട് പോയി വീട്ടിൽ നീ തന്നെയാണോ? അതെ, ബട്ട് ജൂണായ ഞാൻ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്ത് പോകും. നീ ഇങ്ങനെ പേടിക്കാതെ. നീ ഒരു ആർട്ടിസ്റ്റ് അല്ലേ? ഈ പ്രകൃതി തന്നെ ഒരു മ്യൂസിക്കാണ്. ഇടിയും മഴയും മിന്നലും ഒക്കെ ആസ്വദിക്കുക. അതിൽ മ്യൂസിക് കൊണ്ടുവരാൻ നോക്കി. അങ്ങനെ നോക്കിയാൽ പ്രണയത്തിൻ്റെയും മ്യൂസിക്കിൻ്റെയും ഇടിയുടെയും ഒരു മനോഹര ലോകം കാണാൻ കഴിയും. ശരിയാണ്, ബട്ട് എങ്ങനെ? അല്ല, നല്ല സാഹിത്യകാരനാണോ മാഷേ? ഞാനോ? നോ വേ. എനിക്കിഷ്ടമാണ് ഈ മഴയൊക്കെ, പ്രത്യേകിച്ച് ജൂൺ. നീ കേട്ടിട്ടില്ലേ ജൂണിലെ ഈ നിലാമഴ സോങ്? കേട്ടിട്ടുണ്ട്. അതൊന്നും പാടിത്തരുമോ? ആ സോങ്ങിലെ വരികൾ തന്നെ ഫുൾ വർണ്ണനകളാണ്. പ്രണയം, മ്യൂസിക്, അറ്റ് ദ സെയിം ടൈം മഴയുടെ ബ്യൂട്ടിഫുള്ളൊക്കെ. പാടിത്തരാം, ബട്ട് അത്ര ഭംഗിയൊന്നും കാണും. ആദ്യം കേൾക്കട്ടെ, എന്നിട്ട് ഞാൻ ഭംഗിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ.
എന്നിട്ടാണോ ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞേ? ഒളിച്ചുണ്ട് ജുവാനെ. നിനക്ക് ഈ മേക്കപ്പ് വിട്ട് സോങ് തന്നെ നോക്കി സെറ്റാക്കി കൂടെ? അതെന്തായാലും നമുക്ക് സെറ്റാവും. ഏയ് അത് വേണ്ട, ഇഷ്ടപ്പെട്ടെടുത്തതല്ലേ, കളയുന്നില്ല. അങ്ങനെ അവർ കൊള്ളടുത്തു. ദിവസങ്ങൾ പോയപ്പോൾ പറയാതെ അവർ പ്രണയക്കാലം ആസ്വദിച്ചു. അല്ല ടയാ, നിനക്കെന്നെ മുന്നേ അറിയോ? ഇടയ്ക്കിടെ നീ അങ്ങനെ പ്രണയം കേട്ടാം, അങ്ങനെ തോന്നും. അത് പിന്നെ അറിയാം. അതെങ്ങനെ? അത് പണ്ട് കോളേജിൽ വെച്ചാ. നീ 3rd ഇയർ പഠിക്കുമ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തിയാ. എന്നാൽ എല്ലാ സീനിയേഴ്സും ക്ലാസ്മേറ്റും എന്തിനാ നെയ്ബേഴ്സ് വരെ എന്നെ പ്രപ്പോസ് ചെയ്തു. ബട്ട് അവിടെ ഒരാൾ മാത്രം എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. അത് നീയാണ് ജുവാൻ. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ പോലും നിനക്ക് ആ കോളേജിലുണ്ടായ ഞാൻ ഉണ്ടായിരുന്നൊരു ഓർമ്മ പോലും നിനക്കില്ല. ഓ സോറി ടയാ, എൻ്റെ ആ കാലഘട്ടത്തെ നല്ലതായിരുന്നല്ല. പിന്നെ ഗേൾസിൻ്റെ അടുത്ത് മിണ്ടയോ നോക്കിയോ, ആ കാലത്തിൽ പറ്റിയില്ല. അച്ഛനമ്മ അനിയത്തി ഇവരാണ് എൻ്റെ സ്വർഗം എല്ലാം. ആ ടൈം ഒരു ആക്സിഡൻറ്റിൽ അവർ കോമയിലായിരുന്നു. പാർട്ട് ടൈം വർക്കായിരുന്നു. ആ ടൈം പാർട്ട് ടൈം വർക്ക് സ്റ്റഡി ഒക്കെ കൂടി തല പെരുക്കായിരുന്നു. ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ കൂടിയപ്പോൾ ഒരു 1 month അത്ര കാലം മാത്രമായിരുന്നു അവരെൻ്റെ ആയുസ്. സോറി, എനിക്ക് അറിയില്ലായിരുന്നു. ഏയ് സാരമില്ലടാ. സമയം 12 കഴിഞ്ഞു, പോകണ്ടേ? പോവാം. വീട്ടിലൊരു കാര്യം പറയാനുണ്ട്. നാളെ നമുക്കൊരു മ്യൂസിക് റെക്കോർഡുണ്ട് വൈകിട്ട്. ആടാ, നമുക്ക് പോവാം. ജുവാനി ഇതൊക്കെ ഒന്ന് വെച്ചേ. എന്താ ഈ ലിറിക്സും പിടിച്ചോ. ഇന്ന് എൻ്റെ എല്ലാ റെക്കോർഡ്, ഇന്ന് നിന്നെയാണ് റെക്കോർഡ്. എൻ്റെയോ? വേണ്ടടാ, വേണ്ട. ജുവാൻ ചെല്ല്, ഐ എം യുവർ ബോസ് പറഞ്ഞ് പോയി ചെയ്താൽ മതി. പ്ലീസ് ഡയാ. നോ, ചെല്ല് പ്ലീസ്. ഞാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചെല്ല്. ഓക്കെ. ദിസ് സോങ് ഫോർ യു ഡയാ. നെഞ്ചിൽ തഞ്ചി നിന്റെ കൊഞ്ചനാദം പാടും പാട്ടിന്റെ പഞ്ചാമൃതം, കണ്ണിൽ മിന്നി കനൽ മിന്നൽ നാളം, ആരും കാണാത്ത ദീപാങ്കുരം, നിന്നോട് മിണ്ടാൻ നിന്നെ തലോടാൻ, ചുണ്ടോട് ചുണ്ടിൽ തേനുണ്ട് പാടാൻ, മോഹിച്ചു നിൽപ്പാണു ഞാൻ. നിനക്കെന്തഴകാണഴകേ, നിറവാർമഴവിൽ ചിറകേ, നിലവിൽ വിരിയും നിലവേ, വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ, കുളിർ മഞ്ഞിൽ കുറുകുന്ന വെൺപ്രാവേ, ഒന്നു കണ്ടോട്ടെ ഞാൻ, മെയിൽ തൊട്ടോട്ടെ ഞാൻ, നിനക്കെന്തഴകാണഴകേ. ഓ ഇത് പൊളിക്കും. ഇയാളുടെ വോയിസ് കിടിലാണെന്നറിയോ? ഓ പൊളിക്കും ഇതെന്തായാലും. കൺഗ്രാജുലേഷൻസ്, യുവർ നൈസ് വോയിസ്. നേരത്തൊക്കെ കിട്ടണമായിരുന്നു എനിക്ക് നിന്നെ. താങ്ക്സ് ഡേ, ഇതുപോലത്തെ ഒരു നല്ല കലാകാരനൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് തന്നതിന്. ടയോ, നിന്നോട് എത്ര താങ്ക്സ് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം എൻ്റെ അനിയത്തിക്ക് ഞാൻ പാടുന്നതായിരുന്നു ഇഷ്ടം. ബട്ട് ഇത് കാണാൻ അവളില്ലല്ലോ. എന്നാലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്നെ നീ ഇതിലേക്ക് പാടാൻ അവസരം തന്നല്ലോ. താങ്ക്സ് ഡാ. ഏയ് അതിനെൻ്റെ ജുവാന് വേണ്ടിയല്ലേ. തനിക്ക് കഴിവുണ്ട്, അത് പുറത്തെടുത്താൽ മതി. അതിനെ ഞാൻ ഹെൽപ്പ് ചെയ്തത് അത്രേ ഉള്ളൂ. അയ്യോ ജുവാൻ, മഴ പെയ്തു. അങ്ങനെന്താ, ഞാനല്ലേ കൂടെ. ടയാ, സത്യം പറഞ്ഞാൽ നീ എൻ്റെ അടുത്ത് വരുന്നതും സംസാരിക്കുന്നതും എനിക്ക് എത്ര ഇഷ്ടമാണെന്നറിയോ? ആ കേക്ക് വന്ന് നിന്നെ ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് എത്ര ദേഷ്യം വരാറുണ്ടെന്നറിയോ? നീ എൻ്റെത് മാത്രം മാണോ എന്ന് തോന്നാട്ടയാ. എന്ത്? സോറി ഡയാ, അങ്ങനെയല്ല. ഒന്നും പറയണ്ട, എനിക്ക് സമ്മതമാണ്.
പതിയെ പതിയെ ആ രാത്രിയിലെ മയസാക്ഷിയാക്കി അവർ ഒന്നിക്കുന്നു. ജോൻ എനിക്ക് എന്ത് പറ്റില്ലേ പെട്ടെന്ന് എന്താ ഇങ്ങനെ? അറിയില്ല ജോൻ. ആ അതെങ്ങനെയാ? കുറച്ച് ഇടയായിട്ട് നന്നായി ഫുഡ് അടിയല്ലേ? ഞാൻ പറഞ്ഞാൽ നീ കേൾക്കാറില്ലല്ലോ. ഇപ്പോൾ ദേ വോമിറ്റിങ് വരെ വന്നു. വാ നമുക്കൊന്ന് ഡോക്ടറെ പോവാം. ഓക്കെ വൈകിട്ട്. ഫുഡ് കഴിക്കണ്ടേ? അത് ഫുഡിൻ്റെയാ, കുഴപ്പമൊന്നുമില്ല. നീ പോയേക്കോ, ഞാനൊന്നുമില്ല. അന്ന് ഞാനും പോണില്ല. നീ എന്തെന്നോ 2 ദിവസമായിട്ട് നീ വീട്ടിലുണ്ടായില്ലല്ലോ. എനിക്ക് യാതൊരു കുഴപ്പമൊന്നും ആ ടൈമുണ്ടായില്ല. ഇതിപ്പോൾ ഫുഡൊക്കെ കൂടെ കഴിച്ചിട്ടാണ്, അല്ലാണ്ടൊന്നുമല്ല. ഞാൻ ഇന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്റ്റുഡിയോയിൽ ചെറിയൊരു എഡിറ്റിംഗ് പ്രശ്നമുണ്ട്. അതുകൊണ്ട് സോങ് വീണ്ടും പാടണമെന്നൊക്കെ പറയണ കേട്ട്. ചിലപ്പോൾ നാളേക്ക് ഇരിക്കൂടാ. അപ്പോൾ ശരി എന്നാ, ബൈ. പെട്ടെന്ന് ടേയുടെ ഫോണിലേക്ക് ലിസയുടെ ഒരു മെസ്സേജ് വരുന്നു. എക്സ്ക്യൂസ് മീ ടേയ, അവൻ എൻ്റെ അടുത്തുണ്ട്. നീ ഉണ്ടല്ലോ. നീ വിളിച്ചാലും ഞാനാണ് കോൾ എടുക്കുക. കുറച്ചിനായിട്ട് അവൻ എൻ്റെ കൂടെ തന്നെയായിരുന്നു. നീ നോക്ക്, ഞാൻ പിക്സപ്പ് തന്നെ. നോ ജോൻ, ജോൻ അങ്ങനെ ചെയ്യില്ല. എൻ്റെ പൊന്നിട്ടേ, ആര് പറഞ്ഞു അങ്ങനെ ചെയ്യില്ലെന്ന്? അവൻ ചെയ്തു. പെട്ടെന്ന് തന്നെ ടയ ജോനെ കോളാക്കി. ടയയുടെ കണക്കുകൾ തെറ്റിച്ചുകൊണ്ട് ലേസിയായിരുന്നു കോൾ എടുത്തത്. എൻ്റെ ടയെ, നീ പണ്ടേ എൻ്റെ എനിമിയായിരുന്നു. ബട്ട് ഇപ്പോൾ നിൻ്റെ ചിക്കൻ, അതും എൻ്റെ കൂടെ എൻ്റെ കട്ടിലിൽ അവൻ കിടക്കുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നോ, ജോൻ ചെയ്യില്ല, എനിക്ക് വിശ്വാസം. ആ ഒരു വിഷമത്തിൽ ടയ റോട്ടിലേക്ക് ഇറങ്ങി ഓടി. ആ ഓട്ടത്തിനിടെ അവൾ തല കറങ്ങി വീണു. അത് നടു റോട്ടിലായിരുന്നുകൊണ്ട് വേഗം ഒരു വണ്ടി വന്നിടിക്കാൻ നോക്കി. വണ്ടിയിലുള്ള ആൾ വിചാരിച്ചത് ആളുടെ വണ്ടി ഇടിച്ചിട്ടാണെന്നാണ്. വേഗം ടയേനെടുത്ത് ഹോസ്പിറ്റലുണ്ടായി. അവിടെ വെച്ച് ഇവിടെ ആക്സിഡൻറ്റ് ബൈ കേസായിട്ട് ഒരു വ്യക്തി ഉണ്ടെന്നില്ലേ? ആൾ കൂടെ വന്നതാരാണ്? മാഡം, ഡോക്ടർ ഞാനോ? ഓ ഓക്കെ, വേഗം ആളുടെ ഹസ്ബൻഡിനെയും വീട്ടുകാരൊക്കെ അറിയിച്ചേക്ക്. ഷീസ് 2 weeks pregnant. എന്ത് പ്രഗ്നന്റാ? ആ ഒരു സംഭവത്തിന് ശേഷം ടയ പിന്നെ മ്യൂസിക്കിലേക്ക് ഇറങ്ങിയിട്ടില്ല. കാലങ്ങൾക്ക് ശേഷം പൊന്നില പോലൊരു പൂത്താളി ഞാനന്നു കഴുത്തിൽ ചാത്തിയിലേ. പൊന്നേ നീ അത് കാണാതെ നിന്നിൽ നിന്നു മകന്നിൽ. ടെവിനെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഫോൺ നോക്കി ഇരിക്കരുതെന്ന്? മമ്മി പ്ലീസ്. ടേയ ആ പാടിക്കോട്ടെ. ആ പാടിക്കോട്ടെ, ബട്ട് ഈ സോങ് വേറെ കിട്ടൂടാ അവന്. അതുകൊണ്ട് ഈ ആർട്ടിസ്റ്റിനെ വേണമെന്ന് ഇത്ര നിർബന്ധമുണ്ട്. നല്ല സോങ്ങല്ലേ മമ്മി? ദേവി അവൻ വീണ്ടും പാട്ട് പാടിക്കൊണ്ടിരുന്നു. എന്ത് ചെയ്യാനാ, ജന്മന കിട്ടിയ കഴിവല്ലേ. അങ്ങനെ ആ ഒരു ദിവസം കൈതട്ടി ഏതിലങ്ങ് പോസ്റ്റാക്കി പോയി. അതിൽ ദേവിൻ പാടി നല്ല പാട്ടായിരുന്നു. സോങ്ങിന് അവാർഡും അതും ജുവാൻ തന്നെ കൊടുക്കണമെന്ന് റിപ്പോർട്ടും വന്നു. ജുവാനാണ് തരാൻ പോകുന്നത് കേട്ടതും ദേവിന് കൂടുതൽ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഇൻട്രസ്റ്റൊക്കെ വരാൻ തുടങ്ങി. അന്ന് ടയുടെ മനസ്സിൽ അപ്പോഴവൻ്റെ ഉള്ളിലുള്ള ഭയമായിരുന്നു. ഇവനെ കാണുമ്പോൾ എനിക്ക് പേടിയാവുക, പ്രത്യേകിച്ച് അവിടേക്ക് തിരിച്ച് പോകുമ്പോൾ.
മമ്മി എന്ത് ചിന്തിച്ചിരിക്കുക? മമ്മി എനിക്ക് ഉറക്കം തന്നെ. എനിക്ക് ആ പാട്ടൊന്ന് പാടിത്തരുമോ? മമ്മി പാടാറില്ലേ ആ പാട്ട്? മഞ്ഞോളം പോലെ മനസ്സിൽ ഉഞ്ഞാഹം പോലെ എന്നുയിരിൽ. തിരിച്ചു പോയിക്കൂടെ? നീ തിരിച്ചു ചെന്നോ? ഈ പാട്ടിലെ കഴിവ് നീ ഇങ്ങനെ മറച്ചു വെക്കരുത്. എത്ര നാളെന്ന് വെച്ചാൽ നീ വിളിച്ചിരിക്കുന്നേ? ഞാൻ ജുവാനെ കുറിച്ച് അന്വേഷിച്ചു. ആൾ വേറെ കിട്ടിയിട്ടില്ലെന്ന് കേട്ടെ. അവിടേക്ക് പോകുന്നതിന് നീ ഇതിനെ പേടിക്കുന്നേ? നീ പേടിക്കണ്ട. നിൻ്റെ അവൻ്റെയും കഴിവാണ് ഇവനിലുള്ളത്. സോ നീ പേടിക്കണ്ട. ധേയ, നീ കേൾക്കാം. അവൻ അച്ഛനും മോനോ എത്ര എന്ന് വെച്ചിട്ടാ കാണാതിരിക്കുക? എത്ര നാളിങ്ങനെ ഒളിച്ചു വയ്ക്കാൻ പറ്റും? ഒരു നാൾ ദേവൻ വരെ തന്നെ ചോദിക്കും. നിനക്ക് ഉത്തരം മുട്ടാണ്ട് പോകരുത് കേട്ടാ. ഈ ചെറുപ്രായത്തിൽ അച്ഛൻ്റെ സ്നേഹമുള്ളത് കൊച്ചു വളരണ്ടടാ. നീ അവരൊന്നിച്ചോട്ടടാ. നീ എന്തായാലും അവനെ കൊണ്ടുചെല്ല. നീ പേടിക്കൊന്നും വേണ്ട. ഞാനുണ്ട് കൂടെ എന്തിനും. ഹലോ എവരിവൺ, വെൽക്കം ടു മ്യൂസിക് അവാർഡ് ഷോ. എല്ലാവരും ആകാംക്ഷഭരിതരായിരിക്കുകയാണെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ അധികം പറഞ്ഞ് നിൽക്കുന്നില്ല. ഞാൻ വേഗം തന്നെ പോയി. ഓക്കെ, ഐ വിഷ് യു എ ഗുഡ് ഡേ ഫോർ ഓൾ. ദെൻ ആദ്യം ജുവാൻ്റെ ഒരു സോങ്, പിന്നെ ദ ബെസ്റ്റ് കിഡ് സിംഗർ അവാർഡ്. പ്രത്യേകിച്ച് ജുവാൻ്റെ സോങ്ങിന് ജുവാൻ തന്നെ അവാർഡ് കൊടുക്കുന്ന ഒരു നിമിഷമാണ്. ഇങ്ങനത്തെ ഒരു നിമിഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലിയ ആർട്ടിസ്റ്റിൽ നിന്ന് കൊച്ചു തന്നെ കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക തരമുള്ളതാണ്. എന്തായാലും ഞാൻ ഈ മഴ നിർത്തുന്നില്ല. എനിക്ക് തന്നെ വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ആലാപനം തീർത്ത ആ കൊച്ചു കുരുന്നിന്. സോ ലെറ്റ്സ് വെൽക്കം ജുവാൻ ഓൺ ദ സ്റ്റേജ്. ഹലോ എവരിവൺ, ടുഡേ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേ ആണ്. അയാൾക്ക് വേണ്ടി അയാളുടെ ഫേവറേറ്റ് സോങ് ഞാൻ ഇന്ന് പാടുന്നതാണ്. സത്യം പറഞ്ഞാൽ എന്താണ് ഞങ്ങൾക്കിടയിൽ ഇന്ന റിലേഷനാണ് ഇന്ന് ഒരു ഡയറി കുറിപ്പിലൂടെ അവൾ മനസ്സറിയാൻ കഴിഞ്ഞു. ബട്ട് വൈകിപ്പോയി ഒരുപാട്. മനസ്സിലാക്കാനും അറിയാനും ഇനി അറിയപ്പെടാനും. ഐ എം വെയിറ്റിംഗ് ഫോർ യു. എവിടെ ഇരുന്നാലും അവൾ കേൾക്കുന്നുണ്ടെന്നും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഐ ഡെഡിക്കേറ്റ് ഫോർ യു ഡിയർ ദിസ് സോങ് ഫോർ യു. ചാരും നിന്റെ കണ്ണിൽ നീലജാലകമോ മാഞ്ഞു പോകും മാരിവില്ലിൻ മൗനഗോപുരമോ പ്രണയം തുളുമ്പുമോർമയിൽ വെറുതെ തുറന്നു തന്നു നീ. സർ, can I ask you a question? Who is she? കാരണം സാറ് ഇത്ര ഫീലോട് ഇങ്ങനെ പാടുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഷീ ഈസ് മൈ വൈഫ് ആൻഡ് മൈ ഓൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവൾക്കല്ലാതെ ഞാൻ വേറെ ആർക്കും ഇതുപോലെ പാടി കൊടുത്തിട്ടുമില്ല, ഞാൻ പാടിയിട്ടുമില്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവളുണ്ട്. ഞാൻ അവൾക്ക് വേണ്ടി ഇപ്പോഴും വെയിറ്റിംഗാണ്. ഓക്കെ സർ, ഷീ ഈസ് വെരി ലക്കി ടു ഹാവ് യു. ആൻഡ് ഞാൻ അധികം വെയിറ്റ് ആക്കുന്നില്ല, കാരണം ഇവർക്കൊക്കെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കൊച്ചു കുരുന്നിനെയാണ്. സോ ദ അവാർഡ് ഗോസ് ടു കെവിൻ, ദ ബെസ്റ്റ് കിഡ് സോങ്. അങ്ങനെ ആ സ്റ്റേജിൽ വെച്ച്, ആ വേദിയിൽ വെച്ച് തന്നെ അവർ അവാർഡ് മേടിക്കും. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ഥിതിക്ക് നിങ്ങൾ ആ പാട്ടൊന്നും ഒരുമിച്ച് പാടൂ. കാരണം എല്ലാവരും ഞാനടക്കം നിങ്ങൾ രണ്ടുപേരും പാട്ട് കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുക. ഇന്നെൻ്റെ മമ്മിയുടെയും ബർത്ത്ഡേ ആണ്. ആണോ? എന്നിട്ട് മമ്മി എവിടെ? സർ ദേ അവിടെ നിൽക്കുന്നുണ്ട്. ഓ എക്സ്ക്യൂസ് മീ മാം. മമ്മി എന്തങ്ങനെ? ആ മാസ്ക് ഒന്ന് മാറ്റി പ്ലീസ്. അതും പറഞ്ഞുകൊണ്ട് ടേയുടെ മാസ്ക് മാറ്റി. അപ്പോൾ ടി വി നമ്മുടെ കുട്ടിയാണോ? പറ. അതെ ജുവാൻ. മമ്മി ഇവിടെ എന്താ നടക്കുന്നേ? നീ എവിടെയായിരുന്നു? നിനക്കറിയോ ഞാൻ നിന്നെ എത്ര അന്വേഷിച്ചെന്നറിയോ? കോൾ ചെയ്താൽ ഫുൾ സ്വിച്ച് ഓഫ്. നീ എവിടെയായിരുന്നു? ഞാൻ 3 മണിയപ്പോൾ ഞാൻ തിരിച്ചു വന്നിരുന്നു. വന്നപ്പോൾ വീട്ടിൽ നിന്നെ കാണുന്നേ ഇല്ല. അവിടെ നോക്കിയപ്പോൾ ആണെങ്കിലോ പ്രഗ്നൻസി ടെസ്റ്റ് കണ്ടു. ഞാൻ അവിടുന്ന് ഞാൻ നിന്നെ അപ്പം തന്നെ നിന്നെ കയ്യിൽ കിട്ടിയായിരുന്നല്ലോ. പറയാൻ എനിക്ക് വാക്കുകളില്ല, അത്ര ഹാപ്പി ആയിരുന്നു. പക്ഷെ നീ എവിടെ പോയിരിക്കുമെന്നൊന്ന് ഞാൻ എത്ര അന്വേഷിച്ചു എന്നറിയോ? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു നിന്നെ. ഞാൻ ഈ നിമിഷം വരെ, കുറച്ച് നേരത്തെ വരെ ഞാൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ എൻ്റെ സ്റ്റാഫിനോട് വരെ ചോദിച്ച് വന്നേ ഉള്ളൂ. എന്തിനാ നീ എന്നെ വിട്ടു പോയേ? എനിക്കൊന്നും പറയുന്നില്ല ജീവൻ. ഞാനാണോ നിന്നെ വിട്ടു പോയത്? ആ ലിസിമായി നീ എനിക്ക് വാക്കുകൾ വരില്ല ജീവൻ. നീ എന്താ പറയട്ടെ? എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ എന്തോ ലിസയുമായിട്ട്? നീ വല്ല തെറ്റിദ്ധരിച്ച് കാണും. നീ എന്താ ഈ പറയണേ? അന്ന് സ്റ്റുഡിയോയിൽ ലിസ വന്നു. അവള് ജാക്സന്റെ കൂടെ വന്നായിരുന്നേ. ഫുഡ് കഴിച്ച് ഡ്രസ്സിൽ അഴുക്കായതുകൊണ്ട് ഞാൻ വാഷ്റൂമിൽ പോയിരുന്നു. ഫോൺ ടേബിളിൽ വെച്ചിട്ടായിരുന്നു പോയിരുന്നത്. ഓഹോ ആണോ? അപ്പോൾ ആ ഫോട്ടോയോ അത് പിക്കും നീയും അവളുമായിട്ടുള്ളത്? What nonsense are you saying, Taya? നിനക്കെന്താ തലയ്ക്ക് വല്ല ഓണം പറ്റിയിട്ടുണ്ടോ? നിനക്ക് അറിയുന്നതല്ലേ എല്ലാതും? Taya, trust me. Taya, നീ അല്ലാതെ ഞാൻ വേറെ ഒരാളായിട്ട് ഒന്നും നടന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതും കഴിഞ്ഞ് എനിക്ക് ആ ലിസനൊന്ന് കാണണം. Taya, നീ വരണം എൻ്റെ കൂടെ. അതായത് നീ എന്താണെന്ന് അറിയണോ Taya, പ്ലീസ്. ഓ ജുവാ, ഞാൻ ഇനി വരത്തില്ല ഒരു സ്ഥലത്തേക്ക്. Taya, പ്ലീസ് ചെല്ല്. നീ ചെല്ല്. കുറേ നാളായില്ല ഇങ്ങനെ. ചെല്ല്. ജിമിൻ. നോ. ഓക്കെ. നീ റീമാരേജ് ചെയ്തോ? ഏയ് ജുവാ, ഞങ്ങൾ മാരീഡൊന്നുമല്ല. അന്ന് നൈറ്റ് റോഡിൽ കിടക്കണുണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് അറിഞ്ഞത് പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പോൾ കൈ വിടണ്ടെന്ന് തോന്നി. നോക്കിയപ്പോൾ സിംഗർ ടെയാന്ന് മനസ്സിലായി. പിന്നെ പ്രഗ്നൻ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ അറിയണ്ടെന്ന് വെച്ച് ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്താക്കി. അവൾ ഇപ്പോൾ ഇന്ത്യയിലാണ്. ഞങ്ങൾ ഇവൻ അവാർഡുണ്ടെന്ന് വെച്ച് ഇങ്ങോട്ട് പോകുന്നതാ. പിന്നെ ജുവാൻ, നീ തെറ്റിദ്ധരിക്കാൻ വേണ്ട. ഞങ്ങൾ മാരീഡൊന്നുമല്ല. എൻ്റെ വൈഫ് ഇപ്പോൾ പ്രഗ്നൻ്റാ, ഇപ്പം ഇന്ത്യയിലാണ്. ആൻഡ് ഐ എം ജിമി. നൈസ് ടു മീറ്റ് യുടാ. ഇവളെല്ലാം പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. ഓക്കെ, നൈസ് ടു മീറ്റ് യു ജിമി. ആൻഡ് ടേയ എൻ്റെ കൂടെ ഒന്ന് വാ. ഹലോ ഗൈസ്, ഇന്നെനിക്ക് ഇങ്ങനെ ഫേവറേറ്റ് ഡേ ആണ്. എനിക്ക് എന്താ പറയുക, എന്താ പറയണമെന്നറിയണില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ടുഡേ മൈ വൈഫ് ബർത്ത്ഡേ. ആൻഡ് ഞാൻ പറയുന്നത് ടിവിൻ, ഹീ ഈസ് മൈ ബോൺ സൺ. ഇത് നിങ്ങളുടെ അടുത്ത്
തുറന്നു പറയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ശരിക്കും ഇന്നത്തെ ദിവസം എനിക്ക് അത്രയും മെമ്മറബിൾ ഡേ ആയിരുന്നു. Really? അപ്പോ അച്ഛൻ മോനാണോ അവിടെ കൊടുത്തത്? യെസ് യെസ് ഓഫ് കോഴ്സ്. അല്ല അപ്പോ വൈഫ് ഡയ. What? Damn, ma'am, you're alive. We miss your voice and happy birthday, ma'am. Yes, really? Thank you. Oh my God. എന്തായാലും അപ്രതീക്ഷിതമായ വർദ്ധനവാണിത്. ദി ബെസ്റ്റ് ഫീമെയിൽ സിംഗർ ആൻഡ് ദ ബെസ്റ്റ് മെയിൽ സിംഗർ വിത്ത് ദ ബെസ്റ്റ് കിഡ് സിംഗർ. ഓ മൈ ഗോഡ്. 3 പേരുമായിട്ടുള്ള ഒരു സോങ്, പ്രത്യേകിച്ച് ജോലി നിലമഴ സോങ്. പ്ലീസ് can you sing for us? Because we miss your voice. It's so good. ഒരിക്കൽ കൂടി കേൾക്കണം നല്ല ആഗ്രഹമുള്ള ഒരു വോയിസ് ആണ് മാമിൻ്റെ. പ്ലീസ് സിംഗ്. പ്ലീസ് ഡയ പാട്. ആ ഞാൻ പാടാം. പപ്പ മമ്മി പാടപ്പോ. പാതിചാരും നിന്റെ കണ്ണിൽ നീരജാലകമോ And thank you, Tamam, this wonderful voice again. ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി. താങ്ക് യു സർ. ആൻഡ് അവർ താങ്ക് യു മൈ ലിറ്റിൽ പുലികൾക്ക് പുലിക്കുട്ടികളായിട്ട് ജനിക്കാതിരിക്കില്ലല്ലോ. ഓക്കെ അപ്പ് ആൻഡ് താങ്ക് യു. ആഫ്റ്റർ ദിസ് സോങ് ആൻഡ് ദി ഷോ ലിസേനെ കാണാൻ ശിവാനും ടൈം. ലിസ ആ പിക്ക് അന്ന് ഡേയ്ക്ക് അയച്ചു കൊടുത്ത ആ പിക്ക് എന്താ? ജുവാൻ, നിനക്ക് ഓർമ്മയില്ല അന്ന് നടന്നത്? ആ നിർത്തടി നായിൻ്റെ മോളെ, എനിക്ക് സത്യം പറഞ്ഞിട്ട് വയ്യേ. സത്യം പറഞ്ഞ ലിസ, നീ ഇത്ര നാളെ പറ്റിക്കായിരുന്നു. അത് പിന്നെ അത് ഞാൻ പറയാം. അത് അന്ന് ഞാൻ ജാക്സിൻ്റെ കൂടെ അടുത്ത പിക്സിൽ ജുവാൻ്റെ പിക്സ് വെച്ചതാ ഹെഡൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ജുവാനും ഒന്നും നടന്നിട്ടില്ല. എനിക്ക് ജുവാൻ അത്ര ഇഷ്ടമായിരുന്നു. നീ എൻ്റെ ലൈഫ് കളഞ്ഞല്ലോടി. മതി നിർത്ത്, വാ പോവാം. പിന്നെ ഞാൻ ഉണ്ടല്ലോ. ഓക്കെ ജോ അവിടെ ഇനി ഊങ്ങി വെച്ചോ. ഇനി നീ ഇത് ആവർത്തിച്ചോ. ഇങ്ങനെ ആവില്ല ഞാൻ ഇനി വരാം. പൊന്നാര മോളെ, നിന്റെ പൊട്ടിപ്പോലിന് കിട്ടില്ല കേട്ടാ. ഇനി എൻ്റെ ടയർഡ് ലൈഫിൽ കയറി. സോറിടാ, എനിക്കൊന്നും അറിയില്ലായിരുന്നു അപ്പോഴത്തെ സിറ്റുവേഷനിൽ. സാരമില്ല ബേബി, ലൈഫ് ഇനിയുണ്ട്. നമുക്ക് മരിക്കുവോളം ഇങ്ങനെയും ജീവിക്കാം. ജുവാനും ടെവിനും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിവി വാ, നമുക്ക് കിടക്കാം. ഓക്കെ പപ്പ, ഗുഡ് നൈറ്റ്.
മമ്മിയോടൊന്ന് പറഞ്ഞിരിക്കണേ, ഞാൻ ഡാഡിൻ്റെ കൂടെ കിടക്കണേന്ന് മമ്മിയോടൊന്ന് പറയണേ പപ്പ. ജിമീൻ അവൻ ഞങ്ങളുടെ കൂടെ കിടക്കട്ടേടാ. ഏയ് അതൊന്നും പറ്റൂല. കഷ്ടപ്പെട്ട് എന്നെ കാട്ടിയിട്ട് എനിക്കൊന്നും പറയാൻ പാടില്ല. നിങ്ങളുടെ പിണക്കൊക്കെ മൊത്തം മാറട്ടെ, ഞങ്ങളപ്പോൾ അതുവരെ ഞങ്ങൾ നീങ്ങി തരാം. എന്നിട്ട് നീ കൊച്ചിനെ കൊടുത്ത് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് പിന്നിൽ ഉറങ്ങാനൊന്നും പറ്റുന്നില്ലാത്ത കാരണം ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ. ടിവിയും അവൻ എൻ്റെ റൂമിലാണ് ഉറങ്ങുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കിടന്നോളാം. പിന്നെ ഏതൊരു റിലേഷൻഷിപ്പിലായാലും അഡ്ജസ്റ്റ്മെൻറ്റ്, അത് മാത്രമല്ല അണ്ടർസ്റ്റാൻഡ്, അതും വേണം. പിന്നെ ഒരു കോയിൻ്റെ ഒരു സൈഡ് മാത്രം നോക്കാതെ അപ്പുറം കൂടി നോക്കണം, കേട്ടല്ലോ? ഓക്കെ ജിമിന, അന്ന് എനിക്ക് വലിയൊരു തെറ്റാണ് പറ്റിയത്. എന്തിനു ഞാൻ 2 സൈഡ് നോക്കുമ്പോൾ അത് മാത്രം ഞാൻ നോക്കിയില്ല. അത് സാരമില്ല, അവൻ അവിടെയുണ്ട്, വെയിറ്റ് ചെയ്യുക. ചില ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ജിമിഷി, ഗുഡ് നൈറ്റ്. I'm really sorry. നീ ഇതേപ്പോൾ എത്രാമത്തെ പ്രാവശ്യം എൻ്റെ അടുത്ത് സോറി പറയുന്നേ? അത് വീണ്ടിട്ടയാം, സാരമില്ല. ഇനി നീ അങ്ങനെ ആവർത്തിക്കാതിരുന്ന പോരെ. വാ കിടക്കാം. എഗെയിൻ നല്ല മഴ ഉണ്ടല്ലേ? ഉണ്ട്. മഴ നമ്മുടെ ഇടയിൽ ഒരു പ്രധാന ഘടകമായിരിക്കുമല്ലേ? അതിട്ടയാ, അന്ന് മേക്കപ്പ് മാനായി വന്നിരുന്നെങ്കിൽ നമ്മുടെ സ്റ്റോറി മഴയും അതുപോലെ എൻ്റെ വർക്ക് അതാണ് മെയിനായത്. ഞാനാക്കി മാറ്റിയതും എൻ്റെ ലൈഫ് കളർഫുള്ളാക്കി മാറ്റിയതും നീയാണ് ടയാ. ഈ രാത്രിയിലും ഇന്ന് നിന്നെ എൻ്റെ പെണ്ണായി എൻ്റെ മാത്രമേ എടുത്തോട്ടെ. ഇന്നും ഏത് ജന്മത്തിലും ഞാൻ നിൻ്റേത് മാത്രമാണ് ജിവാൻ. എൻ്റെ ലൈഫ് ഒരു തീരവും വളവും ഇല്ലാതായി. പേരൻസ് മരണം ആയപ്പോൾ എൻ്റെ കൂടെ നിൻ്റെ ഓർമ്മകളും നമ്മുടെ മോന് മാത്രമായിരുന്നു. ലൈഫ് എന്താണെന്നും എൻ്റെയും ലൈഫ് കളർഫുള്ളും ആക്കിയതൊക്കെ നീയാണ്. ഐ ലവ് യു ജിവാൻ. നിൻ്റേത് മാത്രമാണ് ജിവാൻ. ഞാനിപ്പോഴും അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ ജിവാനൊക്കെ? ജിവാൻ ഒന്ന് വിട്ടേ, പിള്ളേരുണ്ട് കേട്ടോ. എന്താ ടയാ, സങ്കടം കേട്ടോ. കുറേ ആൾ കഴിച്ചാൽ ഒന്നുകൂടി കേട്ടുവാണ് നിന്നെ. എന്നാ മോനെ ഒന്നുകൂടി ഞങ്ങളോട്ട് ഇരുന്നാൽ മതി. വീട് ജിവാൻ പ്ലീസ്. ടയാ, നീ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പോവാൻ നോക്കണ്ട. എനിക്കുള്ളത് ഞാൻ എടുത്തോളാം. മമ്മി മമ്മി വാവ കരയുന്നു. പപ്പ എന്നാ മമ്മീനെ ചെയ്തേ? എന്തി ഞാൻ പറഞ്ഞതല്ലേ. അത് മോനെ മമ്മിയുടെ ഷോൾഡറിൽ ഒരു ഉറുമ്പിരിക്കാനുണ്ട്. അത് പപ്പ അങ്ങോട്ട് തട്ടി കൊടുത്തതാ. അല്ലൊന്നല്ല. ആണോ? ഓക്കെ. അപ്പം ഞാൻ വാവ എൻ്റെ കൊച്ചായതുകൊണ്ട് പറയല്ലോ. എന്താ ടൈമിങ്. എന്തായാലും ടൈം നിന്നെ ഞാൻ പുറത്ത് വിടാൻ പോകുന്നില്ല. അടിപൊളി. ഞാൻ അവളെ വിടാൻ പോലെന്ന് അവൾ എന്നെ പിടിച്ച് വലിച്ചോണ്ടിരിക്കുക. അടിപൊളി. എനിക്കുള്ള പണിക്ക് ശരി. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട. ആൾക്കത് ഞാൻ തന്നെ കൊടുക്കും. പിന്നെ ഇത്ര നേരം ഞങ്ങൾ കുറേ കണ്ടിരുന്നില്ലേ? ഇത് ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസിയാണ്. അടുത്ത ആൾ വരാനുള്ളതാ. എന്താവോ എന്തോ. ഞാൻ ആ പണി പോയി മേടിച്ചിട്ട് വരാവേ. പിന്നെ മിസ്സേ, ഇതിന് സ്പെഷ്യൽ പാർട്സ് ഇല്ല. ഇത് തന്നെ കേട്ടോ ലാസ്റ്റൊക്കെ ഫൈനലായിട്ടുള്ള പാർട്സ്. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ എല്ലാവരും പോയി ഞങ്ങൾക്ക് പ്രൈസ് വേണം. എടാ മോനും ജുവാൻ ഇങ്ങോട്ട് കയറുവാ.
ഗോഡ്, എന്നെ സഹായിക്കേ പ്ലീസ്. അടിപൊളി. കല്യാണത്തിന് ശേഷം ഞാൻ, പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഡീൽ ആയിക്കോളാം. ബൈ എന്നാ. അതാ വരുന്നുണ്ടേയാ. ശരി ബൈ.